കാണാത്ത കേരളത്തിലേക്ക് സ്വാഗതം. ഇടുക്കി ജില്ലയിൽ കൂടിയാണ് ഇന്ന് കാണാത്ത കേരളം കടന്നു പോകുന്നത്. ജീവിതത്തിലെ പല സമസ്യകൾക്കും ഉത്തരം കിട്ടാതെ വരുമ്പോൾ മനുഷ്യൻ എന്തിലും ഏതിലും അഭയം തേടും. ശരിതെറ്റുകളെക്കാൾ നിത്യജീവിതത്തിലെ പൊള്ളുന്ന യാഥാർത്ഥ്യങ്ങൾ മറികടക്കുന്നതിനാകും അവർ പ്രാധാന്യം നൽകുക. അത്തരമൊരു കാഴ്ചയാണ് ഇന്ന് ആദ്യം. പ്രകൃതി മനോഹാരിത കൊണ്ട് ദൈവം കയ്യൊപ്പ് വെച്ച സ്ഥലമാണ് ഹൈറേഞ്ച്. ഇടുക്കി തങ്കമണിക്കടുത്തുള്ള പ്രകാശ് എന്ന ഗ്രാമത്തിലേക്കാണ് കാണാത്ത കേരളം ടീമിന്റെ ഇന്നത്തെ യാത്ര. ഇവിടെയാണ് ചെമ്പകപ്പാറ അമ്മച്ചിയുടെ ആത്മജ്യോതി ദർശന സംഘം. ചെമ്പകപ്പാറ സ്വദേശിനിയായ മേരിക്കുട്ടി വർഗീസാണ് പിന്നീട് ചെമ്പകപ്പാറ അമ്മച്ചിയായി മാറിയത്. അമ്മച്ചിക്ക് ദൈവികമായ ശക്തികളുണ്ടെന്നാണ് അനുയായികളുടെ വിശ്വാസം. അവർക്ക് ശരണവും അഭയവും ആശ്രയവുമെല്ലാം അമ്മച്ചി തന്നെ. ചെമ്പകപ്പാറ കേന്ദ്രമാക്കി ആത്മജ്യോതി ദർശന സംഘം പ്രവർത്തനം ആരംഭിച്ചത്. 2005 ഇത് ധർമ്മസ്ഥാപനമായി രജിസ്റ്റർ ചെയ്തു. പിന്നീട് പ്രവർത്തന കേന്ദ്രം പ്രകാശിലേക്ക് മാറ്റി. കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കരയിലും കണ്ണൂരിലും സംഘത്തിന് ശാഖകളുണ്ട്. ജാതിമത വർഗവർണ്ണ വ്യത്യാസങ്ങളില്ലാതെയാണ് തങ്ങൾ പ്രവർത്തിക്കുന്നതെന്നാണ് സംഘത്തിലുള്ളവരുടെ അവകാശവാദം. അമ്മച്ചി മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നതനുസരിച്ചാണ് സംഘത്തിന്റെ പ്രവർത്തനം. നമ്മളിവിടെ പ്രാർത്ഥിക്കുമ്പോൾ അത് നമുക്ക് അനുഭവമാണ്. എവിടെയായിരുന്നാലും എവിടെ ഇരുന്ന് ചോദിച്ചാലും എവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചാലും എല്ലാവർക്കും അനുഭവവും ഫലവും കിട്ടുന്ന പ്രാർത്ഥന നമ്മളുടേതെന്ന് നമ്മളറിയുന്നു. അപ്പോൾ അത് മറ്റുള്ളവർക്ക് ഫലവും കിട്ടുന്നു, അവരനുഗ്രഹത്തെ അറിയുകയും ചെയ്യുന്നു. പക്ഷെ അവരത് എന്തെന്നോ അങ്ങനെയൊന്നും അവർക്കറിയാനും പറ്റുന്നില്ല. അവരറിഞ്ഞോ അറിഞ്ഞില്ലയോ എന്നുള്ളതല്ല, നമ്മളുടെ പ്രാർത്ഥന എന്നും ഫലമുള്ളതായിരിക്കണം. രോഗം വരാതിരിക്കാൻ നോക്കണം, രോഗം മാറ്റാൻ നോക്കണ്ട. അപ്പോൾ രോഗം വരുത്താതിരിക്കാൻ വേണ്ടി നമ്മളെന്നും പഠിക്കുകയും പറയുകയും ചെയ്യുന്നു, ശ്രദ്ധിക്കുകയും ചെയ്യുന്നു. അങ്ങനെ രോഗമല്ലാതെ രോഗിയല്ലാതെ അനുഗ്രഹത്തോടും ആരോഗ്യത്തോടും കൂടി ജീവിക്കാൻ ഈ ഭൂമിയിൽ ജീവിക്കുന്നുണ്ടെങ്കിൽ സമാധാനത്തോടെ ജീവിക്കണം. അതിന് അധ്വാനിച്ച് ജീവിക്കണം, ആരോഗ്യം ഉണ്ടാവണം. ഈ ലോകത്ത് എന്തെങ്കിലും ഒരു നന്മ ചെയ്യാൻ, ആർക്കെങ്കിലും ഒരു ഗുണം ചെയ്യാൻ, അതിന് വേണ്ട കാര്യങ്ങൾ എപ്പോഴും വേണ്ടതിലേക്ക് വരാൻ വേണ്ടിയിട്ട് നമ്മളുടെ പ്രാർത്ഥന ഫലമാകണമെന്ന് ഒത്തിരിയേറെ അങ്ങനെ പറഞ്ഞിട്ടും കാര്യമില്ല. അപ്പോൾ കിട്ടുന്നത് കേൾക്കുന്നത് അവരവർ സ്വീകരിക്കുക, അവരവരതിൻ്റെ ഫലം എടുക്കുക. അമ്മച്ചിയിൽ വിശ്വസിച്ചെത്തിയവരാണ് ഇവിടുത്തെ അന്തേവാസികൾ.
കൃഷി ചെയ്തും വാഴനാര് കൊണ്ടും മറ്റും കരകൗശല വസ്തുക്കൾ നിർമ്മിച്ച് വിൽപ്പന നടത്തിയും ഇവർ വരുമാനമുണ്ടാക്കുന്നു. ഞായറാഴ്ചകളിൽ അമ്മച്ചി നയിക്കുന്ന പ്രാർത്ഥനയിൽ പങ്കെടുക്കാൻ അന്തേവാസികൾക്ക് പുറമെ പുറത്തുനിന്നും വിശ്വാസികളെത്തും. കാര്യം എന്തൊക്കെയായാലും മൊട്ടക്കുന്നിനു മുകളിൽ ഇവർ നിർമ്മിച്ചിട്ടുള്ള കൃഷിത്തോട്ടം മാതൃകാപരമാണ്. അപൂർവമായ ഔഷധച്ചെടികളും ഒട്ടുമിക്ക പച്ചക്കറി ഇനങ്ങളുമെല്ലാം ഇവിടെ കൃഷി ചെയ്യുന്നു. കാസർഗോഡ് കുള്ളൻ ഇനത്തിൽപ്പെട്ട പശുക്കളുടെ ചാണകം മാത്രമാണ് ഔഷധത്തോട്ടത്തിലെ വളം. മറ്റിനം പശുക്കളും പന്നി, മുയൽ, ഗിനിപ്പന്നി തുടങ്ങിയവയും ഇവിടെയുണ്ട്. അമ്മച്ചിയുടെ ഇളയ മകനായ ഷൈജുവാണ് കൃഷിയുടെ മേൽനോട്ടം വഹിക്കുന്നത്. അതായത് നമ്മളൊക്കെ ഇത് പ്രകാശം എന്ന ഈ മലമേളിൽ മാതൃജ്യോതി SHG എന്നൊരു സ്വയം സഹായ ഗ്രൂപ്പിൻ്റെ കീഴിലാണ് നമ്മൾ പച്ചക്കറി കൃഷി ചെയ്യുന്നത്. അമ്മയുടെ കീഴിലാണ് ഈ പ്രവർത്തനങ്ങളെല്ലാം നടന്നു പോകുന്നത്. ആത്മജ്യോതി ദർശൻ സംഘിന് കീഴിലാണ് ഈ മാതൃജ്യോതി SHG ഗ്രൂപ്പ് നിലനിന്ന് പോരുന്നത്. അങ്ങോട്ട് പോകണം, അവിടെ കുറേ വിഷമം അനുഭവിക്കുന്ന മനുഷ്യരുണ്ട്, അവിടേക്ക് പോകണം, അവിടെ പോയി ജോലി ചെയ്യണമെന്ന് പറഞ്ഞ് അത് കാണിച്ചു തന്നിട്ടാണ് ഇടുക്കിക്ക് വരാൻ കാരണം. തൻ്റെ അത്ഭുത ശക്തികളെക്കുറിച്ച് അമ്മച്ചിക്ക് പറയാനുള്ളത് എന്താണ് കേൾക്കേണ്ടത്? ഞങ്ങൾ വന്നിടത്തോളം ഇത്രയും പേര് അമ്മച്ചി വിശ്വസിക്കുന്നു. ഇത്രയും പേരൊന്നും അല്ല കേട്ടോ. ചെറുപ്പം മുതലേ എനിക്ക് ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. നല്ല കാര്യം ചെയ്യണമെന്നും ഒത്തിരി പേർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നും ഒത്തിരി നല്ല ഒരു ജീവിതം വേണമെന്ന് കുഞ്ഞിലേ മുതലേ ഉള്ള ഒരാഗ്രഹത്തിൽ നിന്നാണ് ഇങ്ങനെ വന്നത്. അപ്പം ചെറുപ്പം മുതലേ കൂടുതൽ പ്രാർത്ഥിക്കുകയും പിന്നെ നോയമ്പെടുക്കുകയും എണ്ണം പള്ളിയിൽ പോവുകയും പ്രാർത്ഥിക്കുകയും അന്ന് ക്രിസ്തീയ വിശ്വാസം. ഇന്നിപ്പോൾ അങ്ങനെ പ്രത്യേകിച്ചൊരു വിശ്വാസം, പ്രത്യേകിച്ചൊരു മതവും ഇല്ല. എല്ലാവർക്കും, എല്ലാ മതക്കാർക്കും ജാതിയെന്നോ മതമെന്നോ കറുപ്പെന്നോ വെളുപ്പെന്നോ നോക്കാതെ ആ കാര്യത്തിലേക്ക് വന്നതുമാണ്. എനിക്കതാണ് ഇഷ്ടവും. ഒരു മതത്തിനും കീഴ്പ്പെട്ട് നിന്നിട്ട് മതത്തിൻ്റേതായിട്ട് മാത്രം ആ ചട്ടക്കൂട്ടിലും എന്ന പോലെ ഇഷ്ടപ്പെടുന്നില്ല. കണ്ണൂരിലേക്കാണ് മേരിക്കുട്ടി വർഗീസിനെ വിവാഹം കഴിച്ചയച്ചത്. മക്കളെല്ലാം മുതിർന്ന ശേഷമാണ് അമ്മച്ചിക്ക് പ്രത്യേക ശക്തി ബോധ്യമായത്. കുഞ്ഞിലെ മുതലേ വന്ന വിശ്വാസവും പ്രാർത്ഥനയെല്ലാം പഠിച്ച് പുസ്തകത്തിൽ കാണുന്നത് പ്രാർത്ഥിക്കലല്ലായിരുന്നു എനിക്കിഷ്ടം. എൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ പ്രേരണയായിട്ട് വരുന്ന പ്രാർത്ഥന ചെല്ലാനായിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ നല്ല കാര്യങ്ങളൊക്കെ കാണാൻ കഴിയുമായിരുന്നു. നമ്മളോട് പറയുന്ന കേൾക്കാൻ പറ്റുമായിരുന്നു. അങ്ങനെ കണ്ട് കേട്ട് പ്രാർത്ഥിച്ച് അറിഞ്ഞു വന്നപ്പോൾ സ്വയമേയുള്ള പ്രാർത്ഥന കൊണ്ട് പ്രാർത്ഥിച്ച് വന്ന പ്രാർത്ഥനയായതുകൊണ്ട് പ്രത്യേകിച്ചൊന്ന് പറയാനും നോക്കി വായിക്കാനും പഠിക്കാനും ഒന്നും ഇല്ലായിരുന്നു. അങ്ങനെ ഒരു ഒന്നിനെക്കുറിച്ചും പിന്നെ സ്വയമേ അറിവ് വന്നിട്ട് ഒത്തിരി പഠിച്ചില്ല. അങ്ങനെ വർഷങ്ങൾ പിന്നിട്ടു. ഒരിക്കൽ കടുത്ത രോഗബാധയെ തുടർന്ന് അമ്മച്ചി ധ്യാനത്തിന് പോയി. അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ കൂടെ ഒന്നും ഞാൻ എല്ലാതും കഴിഞ്ഞ് വീട്ടിൽ വന്നു കഴിഞ്ഞിട്ട് വീണ്ടും പിന്നെ അന്നേരമൊന്നും എനിക്ക് നടക്കത്തോ എഴുന്നേക്കത്തോ കിടക്കത്തോ ഒരു പണിയെടുക്കത്തോ ഒന്നുമില്ലായിരുന്നു. അതുപോലെ ഈ മുടിയെല്ലാം മുട്ടയടിച്ചെല്ലാം ടൈഫോയിഡാ വന്നേ കൂടിപ്പോയി, മരിച്ചു പോയെന്നുള്ള എല്ലാവരും വിധി എഴുതിയതാണ്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ അങ്ങനെ ആ രോഗമായതുകൊണ്ട് വീണ്ടും ഒന്നും ചെയ്യാനൊന്നും പറ്റാതെ പിന്നെ ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു. അങ്ങനെ 10-13 വർഷത്തെയാണ് അങ്ങനെ ആയിപ്പോയത്. അങ്ങനെ അത് കഴിഞ്ഞപ്പം വീണ്ടും ഞാൻ പെട്ടെന്നൊരു സമയത്ത് എൻ്റെ മനസ്സിൽ തോന്നി ആ ചിന്ത തിരിച്ചു വിട്ടിട്ട് ഞാനിതായിരുന്നല്ലോ ചെയ്തതെന്ന്. ഞാൻ ആഗ്രഹിച്ചത് ഇതായിരുന്നു, ഒത്തിരിയും പേർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും ഒരു പുണ്യ ജീവിതം നടത്താനും ആഗ്രഹിച്ചത് കൊണ്ട് അതിൽ നിന്ന് മാറിപ്പോകുന്നത് കൊണ്ട് എല്ലാം ഓർത്തുകൊണ്ട് വീണ്ടും തിരിച്ച് പ്രാർത്ഥിച്ചു.
ഇനി എനിക്കൊരു അപ്പം തിരിച്ച് ജീവൻ കിട്ടുമെന്നുള്ളത് എഴുന്നേറ്റ് പഴയതുപോലെ നടക്കുന്നൊന്നും തോന്നലില്ലായിരുന്നു. പക്ഷേ ഈ ചിന്ത വന്നപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് രോഗമല്ല, ഇത് ചാകാനുമല്ല പോകാനുമല്ല. ഞാൻ ഏറ്റ ജോലി ഞാൻ ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് അപ്പോൾ ആ ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് തിരിച്ചു പിടിച്ചിട്ട് പ്രാർത്ഥിച്ചു. അന്ന് അമ്മച്ചി ദൈവത്തെ കാണുകയും കേൾക്കുകയും ചെയ്തു. ഞാൻ ഇപ്പം ഇങ്ങനെ ഇരുന്ന് കാണുന്ന പോലെ പറയുന്നത് പോലെ ഞാൻ കേട്ടു. ഞാൻ എന്ത് ചോദിച്ചാലും ഇപ്പം ഇതുപോലെ കണ്ട് പറഞ്ഞു. അപ്പം ഞാൻ എന്ത് ചോദിച്ചാലും അത് തരും. ഞാൻ ഏത് ചോദിച്ചാലും എനിക്ക് തരാതിരിക്കുകയാണ്. ഞാൻ ചോദിക്കുന്ന കാര്യം എനിക്ക് സാധിച്ചു തരുമെന്നും അതുകൊണ്ട് നീ ഇപ്പം തന്നെ സൗഖ്യം പ്രാപിച്ച് ഇതിലേക്ക് വരുവാനും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ പിന്നെ അങ്ങനെ പ്രാർത്ഥനയിലേക്ക് വീണ്ടും തിരിച്ചു വന്നുകൊണ്ട് തിരിച്ചു പിടിച്ചിട്ട് അങ്ങനെ ഈ കാര്യത്തിലേക്ക് വന്നതാണ്. പിന്നെ നാട്ടുകാർക്ക് കാര്യങ്ങൾ ബോധ്യപ്പെട്ടത് എങ്ങനെയാണ്? അന്ന് പള്ളിയിലെ ധ്യാനം കൂടാൻ പോകുമായിരുന്നു, പള്ളിയിൽ പോകുമായിരുന്നു. അപ്പോൾ പോകുമ്പം ഒത്തിരി പേര് ഇങ്ങനെ ഇതുപോലെ വട്ടത്തിലിരുന്ന ഒത്തിരിയും പേര് പ്രാർത്ഥിക്കുന്നത്. അന്നേരം അച്ഛനും ഉണ്ട്, ആണുങ്ങളും ഉണ്ട്, പെണ്ണുങ്ങളും ഉണ്ട്. എല്ലാവരും ഇങ്ങനെ വട്ടത്തിൽ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആ കൂട്ടത്തിലൊരു ആളാണ് ഞാൻ. അങ്ങനെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പം എൻ്റെ അടുത്തിരിക്കുന്നവരുടെയൊക്കെ രോഗം മാറി. ഞാൻ അറിഞ്ഞില്ല, അവരറിഞ്ഞു. അവർക്ക് പിന്നെ വീട്ടിൽ ചെല്ലുമ്പം അവർക്ക് അസുഖമില്ല. അങ്ങനെ കുറേ പേര് എന്നിട്ട് അവരറിഞ്ഞിട്ട് അവർ തമ്മിൽ അറിഞ്ഞിട്ട് ഓരോരുത്തരെ രോഗമുള്ളവരെ അവർക്കറിയാം. അവരെന്നിട്ട് എൻ്റെ അടുത്തിരുത്തി. ഇപ്പോൾ അടുത്തിരുന്നവർ മാറിയിരുന്നിട്ട് വേറെയുള്ളവരെ അസുഖമുള്ളവരെ കൊണ്ട് എൻ്റെ അടുത്തിരുത്തി. എന്നിട്ട് തൊട്ടുമുട്ടി ഇരിക്കുമ്പോൾ അങ്ങനെ അവർക്കും സൗഖ്യം കിട്ടി. അങ്ങനെയാണ് ഞാനിത് അറിയുന്നത്. ഇടുക്കിക്കാരെ രക്ഷിക്കണമെന്ന ദൈവവിളി ശക്തമായപ്പോഴാണ് അമ്മച്ചി ജന്മനാട്ടിലേക്ക് മടങ്ങിയത്. ആ ചെമ്പപ്പാറ വരാൻ കാരണം എന്നാന്ന് ചോദിച്ചാൽ ഞാൻ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ എന്നെ ഇവിടെ കാണിച്ചു തന്നു. എനിക്കിവിടെ ഒന്നും അറിയത്തില്ലായിരുന്നു. അവിടെ ഇരുന്നുകൊണ്ട് 30 വർഷം മുമ്പേ 35 വർഷം മുമ്പാണ് ഇത്. അപ്പോൾ അന്നേരം ഇത് എന്നെ കാണിച്ചു തന്നു. ഈ ഇടുക്കി എന്നെ കാണിച്ചു തന്നു. അത് പ്രദേശങ്ങളിങ്ങനെ കാണിച്ചു തരുന്ന ഓരോ റോഡും ഓരോ കുറ്റിക്കാടും പച്ചപ്പുല്ലും കുറ്റിത്തൈ. ഇപ്പോൾ ഇവിടെയൊക്കെ തേയിലയൊക്കെ അല്ലേ, എനിക്ക് അങ്ങനെ അങ്ങോട്ട് എനിക്കിവിടെ അറിയത്തുമില്ല. പിന്നെ എൻ്റെ വീട് ഇവിടെ ഉണ്ടായിരുന്നു. ഞാൻ പല കാലത്തും ഒന്ന് വരുമായിരുന്നു. അങ്ങനെ വരുവാൻ പോയും ചെയ്ത് വണ്ടിയിലിരുന്നൊക്കെ കണ്ടിട്ടുള്ളതെന്നല്ല എനിക്കറിയത്തില്ല. അങ്ങനെ പിന്നെ എന്നിട്ട് എന്നെ ഇങ്ങനെ കാണിച്ചു തന്നു ഒരു വീടൊക്കെ. അപ്പോൾ എവിടെ വാന്ന് ഇങ്ങനെ ഓർത്തു അങ്ങനെ പ്രാർത്ഥിച്ചു. അങ്ങനെ എവിടെയാണെന്ന് ഓർത്തിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം എൻ്റെ വീട് ഇവിടെ ചെമ്പപ്പാറ. ആ വീട് കാണിച്ചു തന്നു. ആ വീട് കാണിച്ചിട്ട് അവിടെ നിന്നുള്ള വഴി ഇങ്ങോട്ട് ഇങ്ങനെ കാണിച്ചു തന്നു. അങ്ങനെ മനസ്സിലായത് ഇവിടെ വേണമെന്ന് മനസ്സിലായത്. അങ്ങനെ അന്നേരം വന്നത് ഇങ്ങനെ അങ്ങോട്ട് പോകണം, അവിടെ കുറേ വിഷമാനുഭവിക്കുന്ന മനുഷ്യരുണ്ട്, അവിടേക്ക് പോകണം, അവിടെ പോയി ജോലി ചെയ്യണമെന്ന് പറഞ്ഞ് അത് കാണിച്ചു തന്നിട്ടാണ് ഇടുക്കിക്ക് വരാൻ കാരണം. മുല്ലപ്പെരിയാറും കസ്തൂരിരംഗൻ റിപ്പോർട്ടുമെല്ലാമായി ഇടുക്കി ജില്ലക്കാരെ ആശങ്കപ്പെടുത്തുന്ന കാര്യങ്ങൾ അമ്മച്ചി നേരത്തെ അറിഞ്ഞിരുന്നു. ഇടുക്കി ജില്ലയ്ക്ക് വരുന്ന പ്രശ്നങ്ങളൊക്കെ നേരത്തെ പറഞ്ഞു. അതെ പറഞ്ഞു. അങ്ങനെ കണ്ടിട്ടാണ് ഇത് ഇങ്ങനെ ഇവിടെ കാണിച്ചു തന്നപ്പം പറഞ്ഞു ഇടുക്കിക്ക് ഒരു ദുരന്തം വരും, ഇടുക്കിയിൽ പല അനർത്ഥങ്ങളുണ്ട്, അവിടെ നിരപരാധികളുണ്ട്, അവരെ രക്ഷപ്പെടുത്തണം, അതുകൊണ്ട് അങ്ങോട്ട് പോകണ്ടെന്ന് ഞാനങ്ങ് പറഞ്ഞില്ലെന്ന്. കണ്ടായിരുന്നു. അതെ അതെ. അമ്മച്ചി വിശ്വാസികളെ കൈകാര്യം ചെയ്യുന്നത് എങ്ങനെയാണ്? ഇങ്ങോട്ട് പറയുന്നത് ഞാൻ സ്വീകരിച്ചു. എന്നിട്ട് അവർക്ക് ചെറിയ വാക്കിലൂടെ സമാധാനം പറഞ്ഞു കൊടുത്താൽ മതി. അപ്പോഴത്തേന് അവർക്ക് അവരുടെ ഭാരവും കുറയും, രോഗവും മാറും. അല്ലെങ്കിൽ ഒന്ന് തൊട്ടൊക്കെ ഒന്ന് പ്രാർത്ഥിച്ചൊക്കെ കൊടുക്കും, അന്നേരം ഒക്കെ അങ്ങ് മാറും. പള്ളിക്കാർക്കും പട്ടക്കാർക്കും ഒന്നും അമ്മച്ചിയുടെ പ്രവർത്തനം ഒട്ടും രസിച്ചിട്ടില്ല. എല്ലാ പള്ളികളിലും അച്ഛന്മാർ വിളിച്ചു പറഞ്ഞു അവിടെ പോകരുത്, അവിടെ ചേർത്താൻ പ്രവർത്തിക്കുന്നുണ്ട്, മനുഷ്യരാരും അല്ല, മനുഷ്യനൊന്നും അല്ല, പ്രാർത്ഥനയല്ല, നിങ്ങൾ പോയേക്കല്ലേ, അങ്ങോട്ട് പോയാൽ പിന്നെ പിള്ളേരുണ്ടായാൽ മുക്കി കൊടുക്കുകയില്ല, പിന്നെ കെട്ടിക്കണമെന്നാൽ കെട്ടിച്ച് തരികയില്ല, അടക്കാമെന്നാൽ അടക്കി തരികയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അച്ഛനന്മാർ പള്ളിയിൽ കൂടെ എല്ലാം പറഞ്ഞു. ഇവിടെയും പറഞ്ഞു, അവിടെയും പറഞ്ഞു. അവിടെ പിന്നെ ഒരു പള്ളിയിലെ എല്ലായിടത്തും അങ്ങനെ അറിഞ്ഞില്ല. ഇവിടെ ഒരുപാട് എല്ലാ പള്ളികളിലും അറിയിച്ചു. എന്നിട്ട് അങ്ങനെയൊക്കെ പറഞ്ഞു. അങ്ങനെ എതിർപ്പുകൾ ഇപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്നാലും ഒളിച്ചും പാത്തുമൊക്കെ ആയിട്ട് വരികയും ചെയ്യും. ഇനി അമ്മച്ചിയുടെ സഹോദരിയും റിട്ടയേർഡ് അധ്യാപികയുമായ ഫിലോമിനയുടെ സാക്ഷ്യപ്പെടുത്തൽ. ഞങ്ങൾക്ക് 1981 ജനുവരി മാസം 11-ാം തീയതി അമ്മച്ചി വന്നിട്ട് തിരിച്ച് കണ്ണൂർ ജില്ലയിലേക്ക് പോകാനായിട്ട് പോകുമ്പോൾ ഞങ്ങൾ അവിടെ ഒരു പാറയുണ്ട്, ആ ചെമ്പകപ്പാറ, ആ പാറ ഞങ്ങൾ പോയിരുന്ന് പ്രാർത്ഥിക്കും. ഒരു ദിവസം ഞങ്ങൾ അവിടെ പോയിരുന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. അമ്മച്ചി പോകുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കാൻ പോയി. ഞങ്ങളും കൂടെ ചെന്ന് സഹോദരങ്ങളും അച്ഛനും അമ്മയൊക്കെ വന്നു. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അന്ന് ഞങ്ങൾക്കൊരു സ്വർഗീയമായ ഒരു അനുഭൂതി, ഒരു ദർശനം നഗ്ന നേത്രങ്ങൾ കൊണ്ട് ഞങ്ങൾ കണ്ടു.
ഒരു പ്രാവ് വന്ന് ഞങ്ങളുടെ തലയുടെ മുകളിൽ ഒരു തങ്ക നിറത്തിലുള്ള ഒരെണ്ണം, സാധാരണ ഒന്ന് പ്രാവല്ല, പ്രാവെന്ന് അതിനെ പറയത്തില്ല. അത് കഴിഞ്ഞിട്ട് അതിങ്ങനെ ഞങ്ങളുടെ തലയ്ക്ക് മുകളിൽ ചിറകിട്ടടിക്കുന്നു. അത് കഴിഞ്ഞത് മുകളിലോട്ട് ഉയരും, താഴോട്ട് വരും. അത് കഴിഞ്ഞ് ഞാൻ തന്നെ കണ്ടതാണ്, ഞാനീ പറയുന്നത്, പലരും പലതരത്തിൽ കണ്ടന്ന് അവിടെ കൂടിയിരുന്ന പലരും. അത് കഴിഞ്ഞ് ഈ പ്രാവ് പലതായിട്ട് പെരുകിയിട്ട് നാനാഭാഗത്തേക്കും അങ്ങ് പറന്ന് കണ്ണെത്താ ദൂരത്തേക്ക് പോകുവാണ്. അമ്മച്ചി ഇടുക്കിയുടെ രക്ഷകയാണെന്നതിൽ സഹോദരിക്ക് ലേശവും സംശയമില്ല. അന്ന് ഞങ്ങൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പോഴേ പറയുമായിരുന്നു, എന്തോ ഇടുക്കി ജില്ലയ്ക്ക് എന്തൊക്കെയോ ദുരന്തങ്ങളൊക്കെ വന്ന് ഭവിക്കാനുണ്ട്, അതെനിക്ക് കാണിച്ചു തന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് ദൈവം എന്നെ ഇങ്ങോട്ടേക്ക് അയച്ചത്, നമ്മൾ കൂടുതൽ പ്രാർത്ഥിക്കണം എന്ന് പറയുമായിരുന്നു. അടുത്തതായി കസ്തൂരിരംഗൻ റിപ്പോർട്ടിനെ പറ്റി. നടപ്പാകുമോ ഇല്ല, അമ്മച്ചി എപ്പോഴും പറയുമായിരുന്നു, സസ്യങ്ങൾ നട്ടുപിടിപ്പിക്കണം, നിങ്ങൾ 2 ചക്കക്കുരു ആണെങ്കിലും ചുമ്മാ പിറക്കിയിട്, അത് കിളുത്ത് പ്ലാവാകട്ടെ, അതുകൊണ്ട് ഈ പ്രകൃതിയെ സംരക്ഷിക്കണം. അത് അമ്മച്ചി, അതിൻ്റെ ഭാഗമായി ഇവിടെ നമ്മൾ ഇത്രയൊക്കെ ആക്കി തീർത്തത്. ചെമ്പകപ്പാറയിൽ നാട്ടുകാർ ചില്ലറ എതിർപ്പൊക്കെ ഉയർത്തിയപ്പോഴാണ് അമ്മച്ചി പ്രകാശിലേക്ക് മാറിയത്. എന്തായാലും ഇവിടുത്തെ അന്തേവാസികൾക്ക് അമ്മച്ചിയുടെ ശക്തിയിൽ തികഞ്ഞ വിശ്വാസമാണ്. നെടുങ്കണ്ടത്ത് നിന്നും ഏതാനും കിലോമീറ്റർ സഞ്ചരിച്ചാൽ കേരള തമിഴ്നാട് അതിർത്തിയായ കൈലാസമേട്ടിലെത്താം. ചെറിയ ക്ഷേത്രം മാത്രമുണ്ടായിരുന്ന ഈ ഗ്രാമത്തിന് യഥാർത്ഥ കൈലാസവുമായി ഏറെ സാദൃശ്യങ്ങളുണ്ടെന്നാണ് ഭക്തരുടെ വിശ്വാസം. രൂപ പിരിച്ചെടുത്ത് മഹാക്ഷേത്രങ്ങളുടെ മാതൃകയിൽ അവർ ഇവിടെ ശിവപാർവതി ക്ഷേത്രം നിർമ്മിച്ചു. ക്ഷേത്രത്തിന് മുൻപിൽ ശിവലിംഗത്തിന്റെ മാതൃകയിലുള്ള ശിലയും അടുത്തിടെ നടന്ന ഉത്സവത്തോടനുബന്ധിച്ച് സ്ഥാപിച്ചു. JCB വെച്ച് മണ്ണെടുക്കുമ്പോൾ 3 സാധനം നമുക്ക് കിട്ടിയതാണ്. ഒരു മണ്ണിലെ ചെറിയ കമണ്ടലം, ഒരു തുളസി മാല, പിന്നെ ഒരു ചെറിയ കത്തി, ഒരു വാൾ കിട്ടിയതാണ്. അപ്പോൾ ഇവിടെ ഉള്ള ഇത് ആത്മീയം കുറിച്ച് അറിഞ്ഞ ആൾക്കാർ പറഞ്ഞത് ഇത് വേറെ ഒന്നുമില്ല, പരശുരാമർ ഉപയോഗിച്ച സാധനങ്ങളാണ് അങ്ങനെ പറഞ്ഞത്. പിന്നെ ഇനി ഒരു സിദ്ധർ, തമിഴ്നാട്ടിലെ ഒരു സിദ്ധർ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇനിയും അവിടെ പരശുരാമരുടെ ഗുരുമാർ 2 പേർ അവിടെ അടങ്ങിയിട്ടുണ്ട്. അവർ തന്നെ നിങ്ങളുടെ ഇത്തരം ഒരു വലിയ ക്ഷേത്രം പണിയാൻ വേണ്ടി അവർ ഏർപ്പിച്ചതാണ്. അതുകൊണ്ടാണ് ഇത്. അതുപോലെ തന്നെ ഈ അമ്പലത്തിന് ഓപ്പോസിറ്റിൽ ഒരു മലയുണ്ട്. ആ മലയിൽ കാണുമ്പോൾ നയ്യാണ്ടി മല എന്ന് പറയും. അതിൽ പണ്ട് കാലം മുതലേ രാമർ രഥം വന്നതാണെന്ന് പറഞ്ഞ് ഇവിടെ ആൾക്കാർ പറയുന്നുണ്ട്. അതിൽ 2 രൂപം കാണുമെന്ന് പറഞ്ഞത്. ഫ്രണ്ടിൽ നോക്കുമ്പോൾ വിനായകർ ഗണപതിയുടെ രൂപം, പിന്നെ സൈഡിൽ നോക്കുമ്പോൾ ഒരു ഋഷി കിടക്കുന്നത് പോലെ. ഭക്തരിൽ 90% തമിഴ്നാട് വംശജരാണ്. അതുകൊണ്ടാകും ഉത്സവത്തോടനുബന്ധിച്ച് തമിഴ്നാട്ടിൽ നിന്നുള്ള സംഘത്തിന്റെ കരകം ഇവിടെ പതിവാണ്. ஆரம்பப்படுகிறது. அவங்க அங்கே அவர்கள் கேட்டுக்கொண்டு உங்களை நன்றி தெரிவித்து எங்கள் நிகழ்ச்சிகள் ആരംഭം. തമിഴ്നാട്ടിലെ തെരുക്കൂത്തിനോടും നമ്മുടെ കാക്കാരിശി നാടകത്തോടും സാമ്യമുള്ള പരിപാടി ദ്വയാർത്ഥ പ്രയോഗങ്ങളാൽ സമ്പന്നമാണ്.
രാവിളക്കുവോളം നീളുന്ന പരിപാടിയിൽ ഹാസ്യപ്രയോഗങ്ങൾ ഏറുമ്പോൾ സ്ത്രീകളായ കാണികൾ സ്ഥലം കാലിയാക്കും. எங்க கம்பெனி இருக்கு பாரு, எங்க கம்பெனி. ஆமா. ஆனா மோசமான கம்பெனி. என்ன கம்பெனி? ராணாட்டா முறுக்கு கம்பெனி. ராணாட்டா முறுக்கு கம்பெனி கூட எங்க முன்னாடி துரு பிடிச்சதுடா. உங்க முன்னாடி எங்க கம்பியோட துரு பிடிச்ச கம்பியா? ஆனா துரு பிடிச்ச கம்பி குத்து துரு ചിലർ ദൈവത്തിൽ വിശ്വസിക്കുമ്പോൾ മറ്റു ചിലർക്ക് മനുഷ്യദൈവങ്ങളാണ് ആശ്രയം. എന്തായാലും അവരവരുടെ വിശ്വാസം അവരെ രക്ഷിക്കട്ടെ. വേറിട്ടതും വ്യത്യസ്തവുമായ കാഴ്ചകളുമായി കാണാത്ത കേരളം വീണ്ടും അടുത്ത ആഴ്ച.